ഡൽഹിയിൽ യമുന നദിക്ക് മുകളിലെ തൂക്കുപാലമായ സിഗ്നേച്ചർ ബ്രിഡ്ജ് സഞ്ചാരികൾക്ക് ആകാശക്കാഴ്ച നൽകുന്ന ഒരു പ്രിയപ്പെട്ട ഇടമാണ്. തെക്കൻ ഡൽഹിയെയും മധ്യ ഡൽഹിയെയും ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് വേണ്ടി ചെലവിട്ടത് എത്രയെന്നറിയാവോ? 1519 കോടി രൂപ. റീൽസ് ഷൂട്ടുകളുടെ കേന്ദ്രമായ ഈ പാലം പക്ഷേ ഇപ്പോൾ പിക്നിക് സ്പോട്ട് മാത്രമല്ല, തിരക്കുള്ള സൂയിസൈഡ് സ്പോട്ട് കൂടിയാണ്. ആ വാർത്ത കാണാൻ ഇനി. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥിനി സ്നേഹ ദേബ്നാഥിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമാണ് കണ്ടെടുത്തത്. ചാടിയത് സിഗ്നേച്ചർ പാലത്തിൽ നിന്ന്. സമാന സംഭവങ്ങൾ മുൻ മാസങ്ങളിലുമുണ്ടായി. കരാവൽ നഗർ, ശിവ് വിഹാറിലെ ആകാശിന്റെ ആത്മഹത്യ അടക്കം. രാത്രിയിൽ സ്ത്രീ സുരക്ഷ ഒട്ടുമില്ലാത്ത നഗരമായ ഡൽഹിയിലെ ഈ പാലത്തിൽ പെൺകുട്ടികളടക്കം ധാരാളം പേരെത്തുന്നു പുലരും വരെ. പക്ഷേ വിചിത്രമായ കാര്യം, 1519 കോടി ചെലവിട്ട് നിർമ്മിച്ച പാലത്തിൽ ഒരൊറ്റ CCTV ക്യാമറ പോലും പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. ത്രിപുര സ്വദേശി സ്നേഹ ദേബ്നാഥിന്റെ ആത്മഹത്യാ കേസിൽ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് 15ലധികം ക്യാമറകളുള്ള ഇവിടെ ഒന്നുപോലും മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. ഡൽഹിയുടെ സിഗ്നേച്ചറായി മാറിയ ഈ മനോഹര പാലത്തിൽ റീൽസ് ഷൂട്ടിനിടെയുള്ള അപകടങ്ങളും ധാരാളം. പക്ഷേ ക്യാമറ കണ്ണടച്ചിട്ട് നാളുകളായി. 14 വർഷം ഇഴഞ്ഞു നീങ്ങിയ പാലം പണി പൂർത്തീകരിച്ച് തുറന്നുകൊടുത്തത് 5 വർഷം മുൻപാണ്. സുരക്ഷാ ക്യാമറ സ്ഥാപിക്കാൻ മാത്രം ചെലവാക്കിയത് 60 കോടിയാണ്. 675 മീറ്റർ നീളവും 36 മീറ്റർ വീതിയുമുള്ള തൂക്കുപാലത്തിൽ ആകാശക്കാഴ്ചയ്ക്കായി 154 മീറ്റർ ഉയരമുള്ള ഗ്ലാസ് ബോക്സുമുണ്ട്. തെക്കൻ ഡൽഹിയെയും മധ്യ ഡൽഹിയെയും വസീറാബാദിനെയും ബന്ധിപ്പിക്കുന്ന പാലത്തിൽ സുരക്ഷാ വേലികളും ഇല്ലാത്തതിനാൽ ചാടാൻ എളുപ്പമാണ്. ക്യാമറ ശരിയാക്കുന്ന കാര്യത്തിൽ ഡൽഹി ടൂറിസം ആൻഡ് ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് മെയിൻ്റനൻസ് ചുമതല എന്ന് PWD വകുപ്പ് പറയുന്നു. പാലം നവീകരണ ചുമതല പൊതുമരാമത്ത് വകുപ്പിനെന്ന് ടൂറിസം വകുപ്പും. ഏതായാലും ഡൽഹിയിലെ ഏറ്റവും വലിയ പിക്നിക് സ്പോട്ടിൽ CCTV ദൃശ്യത്തിനേ കുറവുള്ളൂ. സൂയിസൈഡിന് ഒരു കുറവുമില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.